റഷ്യ യുക്രൈൻ സംഘർഷം അറുതിയില്ലാതെ തുടരുകയാണ്. റഷ്യയിൽ നിന്നുള്ള ആക്രമണം ചെറുക്കുന്നതിന് ദീർഘദൂര ടോമഹോക്ക് മിസൈൽ നൽകണമെന്ന് യുഎസിനോട് നിരന്തര ആവശ്യമുയർത്തിയിരുന്നു യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി. ഇപ്പോഴിതാ ഈ ആവശ്യം പരിഗണിച്ചു വരികയാണെന്ന് അറിയിച്ചിരിക്കുകയാണ് യുഎസ് വൈസ് പ്രസിഡന്റ് JD വാൻസ്. ഇക്കാര്യത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈകാതെ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 2500 കിലോമീറ്റർ പരിധിയിലുള്ളതാണ് ടോമഹോക്ക് മിസൈൽ. മറ്റു ചില യൂറോപ്യൻ രാജ്യങ്ങളും ടോമഹോക്ക് മിസൈൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അതും പരിഗണനയിലുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ടോമഹോക്ക് ലഭിച്ചാൽ മോസ്കോ യുക്രൈന്റെ ആക്രമണ പരിധിയിലാവും. നേരത്തെ യുക്രൈൻ ഈ ആവശ്യം ഉന്നയിച്ചപ്പോൾ ട്രംപ് തള്ളിക്കളഞ്ഞിരുന്നു. എന്നാൽ സമാധാനത്തിനുള്ള ട്രംപിന്റെ ആഹ്വാനം റഷ്യ നിരസിച്ചതോടെയാണ് ടോമഹോക്ക് നൽകുന്നത് ഇപ്പോൾ പരിഗണിക്കുന്നത്. യുക്രൈൻ റഷ്യ യുദ്ധത്തിലേക്ക് ടോമഹോക്ക് മിസൈൽ വന്നാൽ അതൊരു ഗെയിം ചേഞ്ചർ ആകുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അമേരിക്കയിലെ ജോൺ ഹോപ്കിൻസ് സർവകലാശാലയിലെ അപ്ലൈഡ് ഫിസിക്സ് ലബോറട്ടറിയാണ് ടോമഹോക്ക് മിസൈലുകൾ വികസിപ്പിച്ചത്. 1983 യുഎസ് നേവിയുടെ ഭാഗമായ 5.6 മീറ്റർ നീളമുള്ള ടോമഹോക്കിന് ബൂസ്റ്റർ സഹിതം 1600 കിലോമീറ്ററിലധികം ഭാരമുണ്ട്. റഡാറുകളിൽ നിന്ന് ഒളിക്കാൻ ഭൂനിരപ്പിനോട് വളരെ ചേർന്ന് കുതിക്കുന്ന ഇത്തരം മിസൈലുകളുടെ ശരാശരി വേഗം മണിക്കൂറിൽ 880 കിലോമീറ്ററാണ്. ഏകദേശം 1250 കിലോമീറ്റർ മുതൽ 2500 കിലോമീറ്റർ വരെയാണ് ടോമഹോക്ക് മിസൈലുകളുടെ ദൂരപരിധി. സബ്ടോണിക് ക്രൂയിസ് മിസൈലുകൾ എന്ന നിലയിൽ അറിയപ്പെടുന്ന ഇവ അമേരിക്കൻ നേവി യുദ്ധക്കപ്പലുകളിൽ നിന്നോ മുങ്ങിക്കപ്പലുകളിൽ നിന്നോ തൊടുക്കാറാണ് പതിവ്. GPS, INS, ടെർകോം പോലുള്ള വ്യത്യസ്ത നാവിഗേഷൻ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ മിസൈലുകളെ ലക്ഷ്യത്തിലേക്ക് നിയന്ത്രിക്കാം. അതീവ സ്ഫോടക ശേഷിയുള്ള വാർഹെഡുകൾ വഹിക്കാനാവുന്ന തരത്തിലുള്ള മിസൈലുകൾ കൂടിയാണ് ടോമഹോക്ക്. 1991 ഗൾഫ് യുദ്ധകാലത്ത് ഓപ്പറേഷൻ ഡെസ്ടോമിന്റെ ഭാഗമായാണ് അമേരിക്കൻ സൈന്യം ആദ്യമായി ഈ മിസൈലുകൾ ഉപയോഗിച്ചത്. 2003 ഇറാഖ് യുദ്ധകാലത്തും ഈ മിസൈലുകൾ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. ഇതിനുശേഷം ലിബിയയിലും സിറിയയിലും സമാന മിസൈലുകൾ പ്രയോഗിച്ചു. യുഎസിന്റെ ദീർഘദൂര മിസൈലുകളുടെ ഗണത്തിലാണ് ടോമഹോക്കിന്റെ സ്ഥാനം. US നേവിക്ക് പുറമെ UK റോയൽ നേവിയും ഈ മിസൈലുകൾ ഉപയോഗിച്ചു വരുന്നു. ഇസ്രയേൽ-ഇറാൻ സംഘർഷങ്ങളിൽ ഇസ്രയേൽ പക്ഷം ചേർന്ന് അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് പുറമെ ടോമഹോക്ക് മിസൈലുകളും ഉപയോഗിച്ചതായി അന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു. ജൂൺ 22 ഇറാനിലെ ഫോദോ, നദാൻസ്, ഇസ്ഫഹാൻ എന്നീ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ ലക്ഷ്യമിട്ടാണ് അമേരിക്ക GBU-57 ബങ്കർ ബസ്റ്റർ ബോംബുകളും ടോമഹോക്ക് മിസൈലുകളും പ്രയോഗിച്ചത്. ഇറാന്റെ ന്യൂക്ലിയർ പദ്ധതികളെല്ലാം തകർത്തു എന്നാണ് ഇതിന് പിന്നാലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദവും. അതേസമയം 400 മൈൽ അകലെ മുങ്ങിക്കപ്പലുകളിൽ നിന്നാണ് നദാൻസിലേക്കും ഇസ്ഫഹാനിലേക്കും 30 ടോമഹോക്ക് മിസൈലുകൾ US പ്രയോഗിച്ചത്. അതേസമയം ഇപ്പോൾ യുഎസിന്റെ ഈ പുതിയ നീക്കം സൂക്ഷ്മമായി പരിശോധിക്കുമെന്ന് റഷ്യ പ്രതികരിച്ചിട്ടുണ്ട്. യുക്രൈന് ടോമഹോക്ക് നൽകിയാൽ അവ പ്രയോഗിക്കുക യുക്രൈൻ സൈനികരാണോ US സൈനികരാണോ എന്നും വ്യക്തമാക്കണമെന്ന് ക്രൈംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞു. ഏത് ആയുധം വന്നാലും യുക്രൈൻ യുദ്ധത്തിന്റെ സ്ഥിതി മാറില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.